സലാം ബുദംസ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എക്സിറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഒപ്പീനിയൻ വീഡിയോ. ഇന്നും ഏതാണ്ട് അതുപോലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ വീഡിയോയുടെ താഴെ ഒരാളൊരു കമൻറ്റ് ചെയ്തിരുന്നു, ഒരുപാട് കാലത്തിന് ശേഷമാണ് ബേപ്പൂർ സുൽത്താൻ്റെ വീഡിയോ കാണുന്നത് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല, ഒരുപാട് പേർ അത്തരത്തിലുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈവൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യ പോലും ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം കാണാറില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും അവൾ പറയാറുണ്ട്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ദിവസം പോവും എന്നൊക്കെ. ചിലപ്പോൾ എല്ലാ സമയത്തും കാണാൻ പറ്റുന്ന ടൈപ്പ് വീഡിയോകളല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രത്യേക വിഷയത്തെ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ് ബേപ്പൂർ സുൽത്താനിൽ പറയാറുള്ളത്. എൻ്റെ കാര്യം തന്നെ എടുക്കാം. ആ ഒരു വിഷയം പഠിക്കാൻ വേണ്ടി ഞാനിരിക്കുമ്പോൾ എൻ്റെ ദിവസങ്ങൾ പോകാറുണ്ട്. മറ്റൊരു വിഷയത്തിലേക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും സിനിമകൾ ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇന്നും അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഒപ്പീനിയനാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊരിക്കലും നിങ്ങൾ റിവ്യൂ ആയിട്ട് കാണണ്ട. ഐ എം നോട്ട് എ റിവ്യൂവർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് മാത്രമല്ല ആ സിനിമയുടെ പേര് അഞ്ചക്കള്ളക്കോക്കാൻ പൊറാട്ട് എന്നാണ്. സിനിമയെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം എടുത്തു പറയേണ്ടത് സിനിമയുടെ സംവിധായകനെക്കുറിച്ച് തന്നെയാണ്. ഉല്ലാസ് ചെമ്പൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അദ്ദേഹം നമ്മുടെ ചെമ്പൻ വിനോദിൻ്റെ സഹോദരനാണ് ഉല്ലാസ് ചെമ്പൻ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയ ശതമാനം ആളുകൾക്കറിയാം, പക്ഷെ കൂടുതൽ പേർക്കും അറിയാൻ സാധ്യതയുള്ള ഒരു കാര്യം, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ആ സിനിമയിലെ നല്ല കലിപ്പൻ പോലീസുകാരനായിട്ട് ഒരാൾ അഭിനയിച്ചിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ ഉല്ലാസ് ചെമ്പൻ. മേലാരി ജാതി കേസിനുമാരെ കിട്ടിയ രണ്ടുപേരും പണിയെടുത്തില്ല കേട്ടോ, അതുപോലെ അടിക്കും. ഇറങ്ങിപ്പോടാ. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ച് പോയത് എന്താണ് ഈ അഞ്ചക്കള്ളക്കോക്കാൻ എന്നാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കർണാടക കേരള ബോർഡറുകൾ അന്ന് ഈ നാടോടി കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള കുട്ടികളെ പേടിപ്പിക്കുന്ന ഈ നമ്മളൊക്കെ പോത്തായി അല്ലെങ്കിൽ കോക്കാൻ എന്നൊക്കെ തൃശ്ശൂർ ഭാഗത്തൊക്കെ പറയും, കോക്കാച്ചി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു നാടോടി കഥകളിൽ ഒരു ക്രീച്ചറാണ്, ഒരു ഫിക്ഷണൽ ക്രീച്ചറാണ് ഈ അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറയുന്നത്. കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും. പിന്നീട് സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ അഞ്ചക്കള്ളക്കോക്കാൻ എന്താണ്, ആരാണ് എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സിനിമയെക്കുറിച്ച് കൂടുതലും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എടുത്തു പറയാൻ തക്ക വലിയൊരു സ്റ്റോറി ഒന്നും എനിക്ക് അതിൽ കാണാൻ പറ്റിയിട്ടില്ല, ഒരു ടിപ്പിക്കൽ സ്റ്റോറി. പക്ഷെ മലയാളത്തിൽ അത്തരത്തിലൊരു സിനിമ വരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. കാരണം തിയേറ്ററിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ കാളഹസ്തി എന്ന് പറയുന്ന ഒരു സ്ഥലം, അങ്ങനെ ഒരു ഫിക്ഷണൽ സ്പേസിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ നിന്നും നിങ്ങൾക്ക് പോരാൻ പറ്റില്ല. അവിടുത്തെ ഒരാളായിട്ട് നിങ്ങൾ മാറും എന്നുള്ളതാണ് ഈ ഒരു മേക്കിങ്ങിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഉല്ലാസ് ലിജോയുടെ ശിഷ്യനാണെന്നുള്ളത് മനസ്സിലാക്കാൻ തക്ക ഷോട്ട്സാണ് അതിലുള്ളത്. പ്രത്യേകിച്ചും അതിലൊരു കള്ള് ഷോപ്പിൻ്റെ ഒരു സീനുണ്ട്, ഒരു ഫൈറ്റ് സീനുണ്ട്. ചിലപ്പോൾ ആ കള്ള് ഷാപ്പിലെ പല ഷോട്ട്സും നിങ്ങൾക്ക് ചുരുളിയിലെ ഷോട്ട്സിനോട് സാമ്യം തോന്നിയേക്കാം. ആ ഒരു കള്ള് ഷാപ്പിൻ്റെ ഒരു ആംബിയൻസ് അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അതിലെ സ്റ്റോറി ടെല്ലിങ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ള് ഷാപ്പ് കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ സംഭവിക്കുന്ന സാധനം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ഫൈറ്റ് സീൻ, അതൊരിക്കലും നിങ്ങൾക്ക് OTTയിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റും. ഒരു ഗോഡ്സിലൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു മൊബൈലിലെ സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലോ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അത് തിയേറ്ററിൽ കാണുമ്പോഴല്ല അതിൻ്റെ ഒരു വലുപ്പം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലുള്ള ആ ഒരു 15 മുതൽ 20 മിനിറ്റ് നീളത്തിലുള്ള ഫൈറ്റ് ഒരു രക്ഷയില്ല. സൗണ്ട് എഫക്റ്റ് ഉള്ള ഒരു തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കള്ള് ഷോപ്പിലിരിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഈ സിനിമയുടെ കൂടെ തന്നെ ഇറങ്ങിയ ഒരു സിനിമയാണ് നമ്മുടെ തങ്കമണി. പലപ്പോഴും പലയിടങ്ങളിലും തങ്കമണി ഇൻസിഡൻറ്റിനെ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. 90s എപ്പോഴാണ് ഈ ഒരു സിനിമ നടക്കുന്നതെന്ന് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഇൻസിഡൻറ്റ് ആയിരിക്കാം അതിൽ അവർ പറയുന്നത്. എന്തായാലും ഒരുമിച്ച് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു സിനിമയെക്കുറിച്ച് ഈ ഒരു സിനിമ പറയുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു കൗതുകമുണ്ട്. പടത്തിൽ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നുണ്ട്, പല ക്യാരക്ടേഴ്സ് ഉണ്ട്. ചെമ്പൻ വിനോദൊക്കെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത്, പല റിവ്യൂവേഴ്സും പറഞ്ഞിട്ടുള്ള അതേ പേരുകൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, ഗില്ലാപ്പികൾ. വന്നു എൻജോയ് ചെയ്തു, നമ്മുടെ മനസ്സും കൊണ്ട് അവർ പോകും. അടിപൊളിയായിട്ട് ആ പിള്ളേർ അഭിനയിച്ചിട്ടുള്ളത്. ചിലപ്പോൾ സിനിമ കാണാത്ത ആളുകൾക്ക് എന്താണ് ഈ പറയുന്നത്, എന്താണ് ഈ ഗില്ലാപ്പി എന്നൊക്കെ തോന്നുമായിരിക്കാം. പക്ഷേ ഗില്ലാപ്പികളുടെ പടത്തിലേക്കുള്ള ആ ഒരു എൻട്രി തുടങ്ങി അവർ ആ പടത്തു നിന്ന് പോകുന്ന മൊമെൻ്റ് വരെ അവരെ കാണുമ്പോൾ നിങ്ങളും അറിയാതെ നിങ്ങളുടെ മനസ്സ് ഒരു വേറൊരു മൂഡിലേക്ക് എത്തും. സംഭവം ടെററാണ്, പക്ഷേ ഒരു രക്ഷയില്ല. അവരുടെ ഒരു റെസ്പോൺസും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാവഭേദങ്ങളാണ് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുക. ലാംഗ്വേജ് ആയാലും ശരി, ലാംഗ്വേജൊക്കെ എന്തുകൊണ്ട് ഞാൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ യൂസ് ചെയ്യുന്നു നിങ്ങൾ ആ സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ.
ഫണ്ണി ആയിട്ടാണ് അതിൽ ചെയ്തിട്ടുള്ളതെങ്കിലും കുറച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അതാണ് അങ്ങനെ അവർക്കത് പറയാൻ പറ്റും. അതിലാണ് അവരുടെ ഹീറോയിസം എന്ന് നമുക്ക് തോന്നും. ഒരു പ്രത്യേക സാധനമുണ്ട്. അതൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സംവിധായകൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ഒരു ഏരിയ ആണ് അത്. പക്ഷേ അവിടെ അയാൾ അത് ചെയ്തത് കൊണ്ട് ഒരു പ്രത്യേക രസം ആ ഒരു ക്യാരക്ടറിനും ആ ഒരു സിനിമയ്ക്കും തോന്നുന്നു. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇത് OTTക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു സിനിമ കാണണം. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ കള്ള് ഷോപ്പിലെ ഫൈറ്റ് ആയിക്കോട്ടെ, ക്ലൈമാക്സിൽ ഒരു കിടുക്കൻ ഫൈറ്റ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ, അതൊക്കെ ഒരിക്കലും OTT സ്ക്രീനിൽ കാണേണ്ട ഒരു സാധനമല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് തീയാണ്, തീ. ഇതൊക്കെ പടത്തിൻ്റെ പോസിറ്റീവ്സ് ആണ്. നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കാളഹസ്തി എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ സ്പേസ് ആണെങ്കിൽ പോലും അത് കേരളത്തിൻ്റെയും കർണാടകയുടെയും ബോർഡറിലാണെങ്കിൽ അവിടേക്ക് കുറച്ച് അങ്കമാലിക്കാരെ കൊണ്ട് വെച്ചിട്ട് അഭിനയിപ്പിച്ചതുപോലെ എനിക്ക് തോന്നി. കാരണം ആ ഒരു ടൈപ്പ് ഓഫ് സ്ലാങ് അല്ല. ചെമ്പൻ വിനോദൊക്കെ കന്നഡ ഭാഷ മനോഹരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ മലയാളം വരുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം ഈ അങ്കമാലിയിലുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വല്ല പ്രൊമോഷൻ കിട്ടിയിട്ട് പോയതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിപരമായിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോയതാവാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആ ഒരു അങ്കമാലി സ്ലാങ് ഒരുപാട് ആളുകൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. അല്ലാതെ പടത്തിൽ വേറെ ഒന്നും നെഗറ്റീവായിട്ട് പറയാനില്ല. ചെമ്പൻ വിനോദിനെ പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടറാണ് നമ്മുടെ മണികണ്ഠൻ ആചാര്യയുടെ ക്യാരക്ടർ. അദ്ദേഹം ഈ ഒരു സിനിമയിൽ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിപ്പം ലിജോയുടെ പടത്തിലായാലും, അതായത് വാലിബനിലായാലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹം മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്കറിയാം കമ്പടിപ്പാടത്തിലെ ബാലൻ, ഒന്നും പറയാനില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, അദ്ദേഹം ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ആയി പോകുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട്. പല സിനിമകളിലും ഈ ക്യാരക്ടർ ഇയാൾക്കേ പറ്റൂ എന്ന് നമുക്ക് തോന്നും. ഉദാഹരണത്തിന് നമ്മുടെ സന്തോഷ് കീഴാറ്റൂർ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല, സന്തോഷ് കീഴാറ്റൂർ, അദ്ദേഹം എല്ലാ സിനിമയിലും ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പോലെ ഈ ഒരു കഥാപാത്രത്തിന് ഇയാളെ പറ്റൂ എന്നൊരു സാധനമുണ്ട്. അതൊന്ന് പൊളിച്ച് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിനും നല്ലതായിരിക്കും, നമുക്ക് നല്ലൊരു നടനെ കൂടി കിട്ടും. കാരണം മനോഹരമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊറാട്ട് എന്ന് പറയുന്ന വാക്കിലേക്ക് വരാം. പൊറാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കോഴിക്കോട് ഭാഗത്തൊക്കെ പൊറാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തിരുവാതിരക്കളിയില്ലേ, തിരുവാതിരയുടെ അന്ന് പൊറാട്ട് കെട്ടി പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകും. പല വീടുകളിലേക്കും പോയിട്ട് നമ്മൾ ഡാൻസൊക്കെ കളിച്ച് പൈസയൊക്കെ വാങ്ങും. അതുകൊണ്ട് ക്രിക്കറ്റ് ബാറ്റും ബോളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പൊറാട്ട് എന്ന് പറയുമ്പോൾ, അതായത് കർണാടക ബോർഡറിൽ പൊറാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവോയിസ്റ്റുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഈ താഴ്ന്ന ജാതിക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടി കുറേ ആളുകൾ ചെയ്തിരുന്ന ഈ തെരുവ് നാടകങ്ങളെയാണ് പൊതുവെ പൊറോട്ട് നാടകങ്ങൾ എന്ന് പറഞ്ഞിരുന്നത്. ആ ഒരു പൊറോട്ട് എന്ന് പറയുന്നൊരു വാക്ക് ഇവിടെ ഉദ്ദേശിച്ചത്, എൻ്റെ തോന്നലാണ് കേട്ടോ, അങ്ങനെ ഒരു വാക്ക് ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ വേറൊന്നുമല്ല, ഈ ഒരു സിനിമയുടെ സ്റ്റോറി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എനിക്ക് കാണാൻ പറ്റുന്നത് നിയമമായാലും ശരി മറ്റെന്തും ആയാലും അത് ഉയർന്ന ജാതിക്കാർക്ക് ഫേവറായിട്ടുള്ളതാണെന്നും താഴ്ന്ന ജാതിക്കാർക്ക് ഒരുപാട് അതുമായിട്ട് അനുഭവിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെന്നും സിമ്പിളായിട്ട് ഈ ഒരു സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ലുക്മാൻ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ലുക്മാൻ. പക്ഷേ അവസാനം മാത്രമേ നമുക്കത് പറയേണ്ട ആവശ്യമുള്ളൂ, വേറൊന്നുമല്ല. ഈ ഒരു സിനിമയുടെ ഹീറോ എന്നൊരിക്കലും നമുക്ക് ലുക്മാനെ പറയാൻ പറ്റില്ല, വേറൊന്നുമല്ല. കാരണം ക്യാരക്ടർ ഒരിക്കലും ഒരു ഹീറോയിസം കാണിക്കുന്നേ ഇല്ല. ലാസ്റ്റ് മൊമെൻ്റ് ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണോ ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ മനുഷ്യൻ, പേടിയുള്ള ഒരാൾ ഒരു പോലീസുകാരൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കലും ഇപ്പോൾ തല്ലുമാലയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ക്യാരക്ടറെ നമുക്കിവിടെ കാണാൻ പറ്റില്ല. അടിയിൽ നിന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഓടുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് ഇതിൽ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി ക്ലൈമാക്സിലുള്ള കുറച്ച് സീൻ സെറ്റാക്കി മൂപ്പര് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ പോലീസായാലും ശരി നിയമങ്ങളായാലും ശരി അതൊക്കെ താഴ്ന്ന ജാതിക്കാർക്കെതിരെ മാത്രമേ ഉള്ളൂ. ഉയർന്ന ജാതിക്കാർ അതിൽ നിന്നും സിമ്പിളായിട്ട് രക്ഷപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറയുന്ന സാധനം ഈ പൊറാട്ട് നാടകങ്ങളിൽ എങ്ങനെയാണോ സാധാരണക്കാരിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്, അതുപോലെ തന്നെ ഇതിൽ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരെ കുറിച്ചൊക്കെ വളരെ ഡയറക്റ്റായിട്ട് റോ ആയിട്ട് ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാനൊന്നുമില്ല. പക്ഷേ ഇത് തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു സിനിമയാണ്. കാരണം നമുക്ക് OTTയിൽ പോയി കണ്ടാലും മതിയെന്ന് പലർക്കും തോന്നാം. കാരണം അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറയുന്നൊരു പേര്, അതിൻ്റെ ട്രെയിലറിൽ വെടി പുക, ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനത്തെ കാരണം തിയേറ്റർ എക്സ്പീരിയൻസിൽ തിയേറ്ററിൽ ശരിക്കും രോമാഞ്ചമാണ്. ചില സീൻസൊക്കെ കാണുമ്പോൾ ചുമ്മാ പറയുന്നതല്ല, അതിൽ ചില ലൈറ്റിംഗ് ആയാലും ശരി, ചില മേക്കിംഗ്, ഒരു രക്ഷയില്ല ആ സംഭവം. പല സീൻസും നമുക്ക് തോന്നും ഇത് ഞാൻ തിയേറ്ററിൽ മിസ് ചെയ്തിരുന്നെങ്കിൽ
എനിക്ക് വലിയ നഷ്ടമായി പോകുമായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഞാൻ എടുത്തു പറയാവുന്നൊരു വിഷയം, ഒരിക്കലും വലിയ പ്രതീക്ഷ വെച്ച് പോകരുത്. കാരണം എൻ്റെ ഭാര്യയ്ക്ക് വലുതായിട്ട് ഈ ഒരു സിനിമ ഇഷ്ടമായിട്ടില്ല. എനിക്ക് ഇഷ്ടമാവാനുള്ള കാരണം സ്റ്റോറി ലൈൻ, നമുക്കിപ്പോൾ എന്താണ് ഈ പടത്തിൻ്റെ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ അതിനെ ഇങ്ങനെ മേക്ക് ചെയ്യാമെന്ന് നമ്മൾ പറയില്ല. ഉദാഹരണത്തിന് ചാവേർ എന്ന് പറയുന്ന ഒരു സിനിമ, വൺ ലൈനിൽ പറയുകയാണെങ്കിൽ ഒരു ക്ലീഷേ സ്റ്റോറി, പക്ഷേ അതിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ ഈ ഒരു സിനിമയ്ക്ക് മേക്കിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്താൻ അതിൻ്റെ ഒരു തിയേറ്ററാണ് വേണ്ടത്, ഒരിക്കലും ഒരു OTT അല്ല. സോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്താതെ തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു സിനിമ കാണുക. കാരണം പിന്നീട് ചിലപ്പോൾ ഗപ്പിയൊക്കെ പോലെ OTTയിൽ വരുമ്പോൾ ഇതെനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായി എന്ന് നിങ്ങൾ പറയാൻ പോകുന്നൊരു സിനിമയായിരിക്കും അഞ്ചക്കള്ള കോക്കാൻ. അപ്പം അതുകൊണ്ട് ആ ഒരു സിനിമയ്ക്ക് തലവെക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ തലവെക്കുക എന്ന് പറയുന്ന വാക്ക് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. കാരണം ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലൊരു സാധനം ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇതിലൊരു കഥയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ പടം തുടങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കാളഹസ്തിയിലെത്തും. കാളഹസ്തിയിലെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, രക്ഷപ്പെടലില്ല, ഒരു രക്ഷയില്ല. അതിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ എങ്ങനെയാണ് എടുത്തതെന്ന് നമ്മൾ ഇരുന്ന് ചിന്തിച്ചു പോകും. സോ ആ ഒരു ഹ്യൂജ് സ്ക്രീനിൽ നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോൾ അപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്ന മൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അഞ്ചക്കള്ള കോക്കാനൊന്ന് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തൊക്കെയാണ് ചങ്ങായി പറയുന്നത്? ഉല്ലാസ് ചെമ്പൻ ചെയ്ത സിനിമയ്ക്ക് എന്നോട് എന്തിനാ ഒരു അഭിപ്രായം?